نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد رسول الله صلى الله عليه وسلم وشر الأمور محدثاتها بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قد أفلح من تزكى وذكر اسم ربه فصلى يا أيها الإخوان والأخوات أوصيكم بنفسي وإياي أولا بتقوى الله واتقوا الله ما استطعتم الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد ഏറ്റവും ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, രക്ഷിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരു മാസത്തെ വ്രതം അനുഷ്ഠിക്കുവാനും അതിനുശേഷമുള്ള ഇസ്ലാമിൻ്റെ ഒളിമങ്ങാത്ത ആഘോഷത്തിന് സാക്ഷിയാകുവാനും അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ റമദാനിന് ശേഷം ഈ ഒരു റമദാന് സാക്ഷിയാകാൻ കഴിയാതെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് സാക്ഷിയാകാൻ കഴിയാതെ എത്രയോ സഹോദരീ സഹോദരന്മാർ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിയിട്ടുണ്ട്. എന്നാൽ അതിലുപരിയായി അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ഒരു മാസക്കാലത്തെ വ്രതവും അതിനുശേഷമുള്ള ഈ ആഘോഷവും. വ്രതം അനുഗ്രഹമാണ് എന്ന് പറയാൻ തന്നെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടിയിട്ട് നമ്മിൽ ആരാണ് കൂടുതലായി സൂക്ഷ്മത പാലിക്കുന്നത് എന്ന് അളക്കുവാൻ വേണ്ടി, എന്ന് അറിയുവാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്ക് വ്രതം നിർബന്ധമാക്കിയത്. നമുക്ക് അനുവദനീയമായ
ഭക്ഷണങ്ങളും പാനീയങ്ങളും മറ്റു സുഖങ്ങളൊക്കെ നമ്മൾ ത്യജിച്ചത്, നമ്മൾ വേണ്ടെന്ന് വെച്ചത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമാണ്. നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിച്ച ആ വ്രതത്തിലൂടെ നമ്മൾ നേടിയെടുത്തിരിക്കുന്നത് നല്ലൊരു ഭയഭക്തിയാണ്. ആ ഒരു ഭക്തിയുടെ ആത്മീയതയുടെ കോട്ടകൾ ഒരിക്കലും ഇനി നമുക്ക് തകർത്തുകൂടാ. അള്ളാഹു നമ്മളെ തിരഞ്ഞെടുക്കുകയും നിങ്ങളാണ് ഉത്തമ സമുദായം എന്ന് പറഞ്ഞ് നമുക്കൊരു പ്രത്യേക സാക്ഷ്യപത്രവും നൽകിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിൽക്കുന്ന വിശ്വാസികൾ നമ്മൾ നേടിയ തഖ്വ, നമ്മൾ നേടിയിട്ടുള്ള സൂക്ഷ്മത എന്നുള്ളത് ഇനി ഒരു കാരണവശാലും ബാക്കിയുള്ള 11 മാസങ്ങളിൽ കളഞ്ഞു കുടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈദ് നമുക്ക് നൽകുന്ന ആദ്യത്തെ സന്ദേശം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മിൻ അലാമാതി ഖബൂലിൽ ഹസന അൽ ഹസനതു ബഅദഹ. ഒരു മനുഷ്യന്റെ നന്മയുടെ പ്രതിഫലനം എന്ന് പറയുന്നത്, അതിന്റെ സ്വീകാര്യത എന്ന് പറയുന്നത്, അവൻ അതിനെ തുടർത്തിക്കൊണ്ട് നന്മ ചെയ്യുന്നതാണ്. അത് എത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ, നമുക്കതിന്റെ വലിപ്പത്തിലല്ല പ്രാധാന്യം. നമ്മൾ ചെയ്യുന്ന നന്മക്ക് തുടർച്ചയുണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യമായിക്കൊണ്ട് ഈ ഹദീസ് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റമദാൻ മാസത്തിൽ ഏതേത് നന്മകൾ ചെയ്തുവോ ആ നന്മകളുടെ എല്ലാം തുടർച്ച എന്നുള്ളത് നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒരിക്കലും നമ്മൾ റമദാൻ മാസത്തിന് മാത്രമായി ആ ഒരു മാസത്തിൽ സ്പെഷ്യലായുള്ള നമസ്കാരം, ആ ഒരു മാസത്തിൽ സ്പെഷ്യലായിട്ടുള്ള ആരാധനാക്രമങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഒരു പണ്ഡിതൻ ഇങ്ങനെ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്, കുൻ റബ്ബാനിയൻ വലാ തകുൻ റമദാനിയൻ. നിങ്ങൾ റബ്ബാനിയൻ, റബ്ബിന്റെ അടിമകളായി മാറുക, റബ്ബിന്റെ ദാസന്മാരായി മാറുക. വലാ തകുൻ റമദാനിയൻ, ഒരിക്കൽ നിങ്ങൾ റമദാനിന്റെ അടിമകളായി റമദാനിൽ മാത്രം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മറ്റു മാസങ്ങളിൽ തോന്നിയ പോലെ ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഒരു പണ്ഡിതൻ അഭിപ്രായപ്പെടുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നന്മ എന്നുള്ളത് അത് തുടർത്തിക്കൊണ്ടുപോകേണ്ടതുണ്ട്. ഒരു വിശദമായ ഹദീസിന്റെ അവസാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളുടെ നന്മ എത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ, നിങ്ങൾ അതിനെ തുടർത്തിക്കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്. വിശ്വാസികൾക്ക് നിർബന്ധമാക്കിയുള്ള നമസ്കാരം വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്, ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. തീർച്ചയായും നമസ്കാരം എന്നുള്ളത് ഓരോ വിശ്വാസിക്കും സമയബന്ധിതമായിട്ട് അല്ലാഹു നിർബന്ധമായി വെച്ച അനുഷ്ഠാന കർമ്മമാണ്. അത് റമദാൻ മാസത്തിൽ മാത്രമല്ല, റമദാൻ മാസം ആയിക്കഴിഞ്ഞാലും അത് കഴിഞ്ഞു കഴിഞ്ഞാലും 5 നേരത്തെ നമസ്കാരത്തിന് ജമാഅത്തായിട്ട് പള്ളിയിലെത്തുക എന്നുള്ള ആ ഒരു സ്വഭാവം, ആ ഒരു ശീലം നമ്മൾ തുടർത്തേണ്ടതുണ്ട്. സത്യത്തിൽ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആളും ഇമാമും 2 ആളുകൾ മാത്രമാണ് എല്ലാ ജമാഅത്തിലും ഉണ്ടാവുക. ആ ശീലം മാറ്റേണ്ടതുണ്ട്. കാരണം റമദാനിൽ മാത്രമായിട്ട് നമസ്കാരം അള്ളാഹു വെച്ചിട്ടില്ല. അത് എല്ലാ സമയത്തും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മുഴുവൻ ചെയ്യേണ്ട കിതാബൻ മൗഖൂത, സമയനിഷ്ഠയോടുകൂടി പാലിക്കേണ്ട ഒരു അനുഷ്ഠാന കർമ്മമായിട്ടാണ് നമസ്കാരത്തെ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നമസ്കാരത്തിന്റെ ജമാഅത്തോടുകൂടി നമസ്കാരത്തിന് 27 ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വലാത്തുൽ ജമാഅ അഫ്ളലു ബി സ്വലാത്തിൽ ഫദ്ദി ബി 27 ദർജ, 27 ഇരട്ടി പ്രതിഫലമുള്ള ജമാഅത്ത് നമസ്കാരം ഇനി ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. സുബഹിക്ക് മുമ്പ് നമ്മൾ എണീറ്റു, അത്താഴം കഴിച്ചു, കൃത്യമായി സുബഹ് ജമാഅത്തിലെത്തി. ഓരോ ജമാഅത്തിനും നമസ്കരിക്കാൻ നമ്മൾ കാണിച്ച ആ ഒരു കണിശത ഇനിയുള്ള ദിവസങ്ങളിലും കൊണ്ടുപോകണം എന്നുള്ളതാണ് ഈ ഒരു പെരുന്നാളിന്റെ സന്ദേശമായിക്കൊണ്ട് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. കാരണം നമ്മൾ എപ്പോഴാണ് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകുക എന്ന് പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകുന്നതിന് മുമ്പ് നമ്മുടെ ഖബറിലേക്ക് വേണ്ടി, നമ്മുടെ പരലോക ജീവിതത്തിന് വേണ്ടി നമുക്ക് എന്ത് സമ്പാദിക്കാൻ കഴിയുമോ അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അമാലി ഇലല്ലാഹി അദ്വബുഹാ വഇൻ ഖല്ല. അഹബ്ബുൽ അമാൽ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് അദ്വബുഹാ, അത് തുടർച്ചയായി ചെയ്യുന്നതാണ്.
അത് കുറച്ചാണെങ്കിലും ചെറുതായിട്ടാണെങ്കിലും അതിന്റെ ഒരു തുടർച്ച എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമായിക്കൊണ്ടാണ് ഹദീസ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനുഗ്രഹീതമായ ഈ മാസത്തിൽ നമ്മൾ നേടിയെടുത്ത വിശുദ്ധി ഒരിക്കലും നമ്മൾ കളഞ്ഞു കൊടുക്കാൻ പാടില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ റമദാനിൽ ഒരുപാട് ഇബാദത്തുകളിൽ അങ്ങേയറ്റം ശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. ആ ശ്രദ്ധ ഇനിയുള്ള മാസങ്ങളിലും കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോമ്പെടുത്തു, ഒരു മാസക്കാലം നോമ്പെടുത്തു. ഇനി ശവ്വാലിലെ 6 നോമ്പ്, സുന്നത്തായിട്ടുള്ള 6 നോമ്പുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ റമദാൻ മാസത്തിലെ നോമ്പെടുക്കുകയും പിന്നെ ശവ്വാലിൽ 6 നോമ്പെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു കാലം മുഴുവൻ നോമ്പെടുത്ത പോലെ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ നോമ്പെടുത്തത് പോലെയാണെന്ന് പ്രവാചകൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സുന്നത്തുകൾ, ദാനധർമ്മങ്ങളൊക്കെ നമ്മൾ ഇനി കൊണ്ടുപോകേണ്ടതുണ്ട്. പിന്നെ പെരുന്നാളുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചെയ്യാവുന്ന പ്രത്യേകമായ സുന്നത്ത് എന്നുള്ളത് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതാണ്. നമുക്കെന്നറിയാം, ഇന്ന് ആളുകളെല്ലാം സോഷ്യൽ മീഡിയ രംഗത്തും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ടെക്നോളജിയുടെ രംഗത്ത് ജീവിക്കുമ്പോൾ തൊട്ടടുത്ത ആളുകളെ പോലും പരിഗണിക്കാതെ, കുടുംബങ്ങളെ പോലും പരിഗണിക്കാതെ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും കുടുംബ ബന്ധം ചേർത്താൽ അവര് ഞാനുമായി അടുത്തവനാണ്. എന്നാൽ ആരെങ്കിലും ഞാൻ ചേർത്ത് ആരെങ്കിലും കുടുംബബന്ധം ചേർത്താൽ ഞാൻ അവനുമായി ഏറ്റവും അടുത്തവനായി മാറും, ഞാൻ അവനുമായി ബന്ധം ചേർക്കും. എന്നാൽ ആരെങ്കിലും ആരെങ്കിലും ആ കുടുംബ ബന്ധം വിച്ഛേദിച്ച് കുടുംബത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകാതെ, തന്റെ ഏറ്റവും അടുത്ത ആളുകൾക്ക് പ്രാധാന്യം നൽകാതെ ജീവിക്കുകയാണെങ്കിൽ അവനെയും ഞാൻ ബന്ധം ഉപേക്ഷിക്കുമെന്നാണ്, അവനുമായുള്ള ബന്ധം ഞാൻ വിച്ഛേദിക്കുമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് ഏറ്റവും വലിയ സുന്നത്താണ്. പ്രത്യേകിച്ച് പെരുന്നാൾ ദിവസങ്ങളിൽ നമുക്ക് കുടുംബങ്ങൾ സന്ദർശിക്കണം, അയൽവാസികളെ സന്ദർശിക്കണം, രോഗികളെ സന്ദർശിക്കണം. ഇതൊക്കെ പ്രബലമായ സുന്നത്തായി കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ ആളുകളുമായി പിണങ്ങി ജീവിക്കേണ്ടവരല്ല. കാലങ്ങളോളമായി പിണങ്ങി ജീവിക്കുന്ന എത്രയോ ആളുകൾ നമുക്കറിയാം. ചെറിയ എന്തെങ്കിലും നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ പിണങ്ങി ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ നോമ്പിന് എന്ത് കാര്യമാണുള്ളത്? അവരുടെ തറാവീഹ് നമസ്കാരത്തിന് എന്ത് ഫലമാണുള്ളത്? ആ ഫലമെല്ലാം കിട്ടണമെങ്കിൽ കൃത്യമായി കുടുംബബന്ധം ചേർക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചൊല്ലുന്ന തക്ബീറിന്റെ പിറകിലുള്ള ചരിത്ര പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ എന്ന് നമ്മൾ ഉച്ചരിക്കുന്ന ഇന്നലെ വൈകുന്നേരം ചന്ദ്രപ്പിറ കണ്ടത് മുതൽ വിശ്വാസിയുടെ കണ്ടുകളിൽ നിന്ന് വരുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നുള്ള അമരധ്വനിയാണ്. അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ. ഈ ലോകത്ത് ഏത് തന്നെ ആളുകൾ ഉണ്ടായാലും, ഏത് സ്വേച്ഛാധിപതികളായാലും, ഏത് രീതിയിലുള്ള ആളുകളുണ്ടെങ്കിലും അവരെക്കാൾ വലിയവൻ അള്ളാഹുവാണ് എന്ന് നമ്മൾ ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അള്ളാഹു അക്ബറിന് വേണ്ടി ജീവിച്ച ആളുകൾ, അതിനുവേണ്ടി മരണപ്പെട്ട ആളുകൾ, അതേപോലെ തന്നെ അതിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ആളുകൾ നമ്മൾ ഓർക്കാതെ പോകാൻ പാടില്ല. നമ്മൾ ഇസ്ലാമിൽ ഏറ്റവും വലിയ വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ പ്രഹരമേറ്റുള്ള ഒരു യുദ്ധമായിരുന്നു മുഅ്ത യുദ്ധം. മുഅ്ത യുദ്ധത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 അമീർമാരാണ് നിശ്ചയിച്ചിരുന്നത്. അതിൽ ഒരു അമീർ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുയും, മറ്റൊന്ന് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും, മറ്റൊന്ന് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇവരെ 3 പേരെയും പ്രവാചകൻ ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് പതാക ഏൽപ്പിക്കുകയും ഇസ്ലാമിന്റെ രണാങ്കളത്തിൽ അടരാടുവാൻ പറഞ്ഞു. എന്നാൽ ആ വിശ്വാസികൾക്ക് ഒരുപാട് പരിക്കേറ്റിട്ടുള്ള ഒരുപാട് പേര് രക്തസാക്ഷിത്വം വരിച്ച ആ യുദ്ധത്തിലെ ആദ്യ ഭാഗത്ത് തന്നെ ഒന്നാമത്തെ ഒന്നാമത്തെ പോരാളിയായിരുന്ന ഇസ്ലാമിന്റെ ധ്വജവാഹകനായിരുന്ന സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു അവിടെ രക്തസാക്ഷിത്വം വരിക്കുകയാണ്. അതിനുശേഷം ആ ഒരു പതാക ഏറ്റുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് പോകുന്നത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം ആ ധ്വജവാഹകനായിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം തന്റെ പതാക വഹിച്ചിരുന്ന വലത് കൈക്ക് വെട്ടേൽക്കുകയാണ്. ആ വലത് കൈക്ക് വെട്ടേറ്റപ്പോൾ ആ ഒരു പതാക, ഇസ്ലാമിന്റെ പതാക, ആ യുദ്ധത്തിന് പ്രവാചകൻ ഏൽപ്പിച്ച നെഞ്ചോട് ചേർത്തുകൊണ്ട് തന്റെ ഇടത് കൈയിലേക്ക് പിടിക്കുകയും അങ്ങനെ ഘോരം മുന്നോട്ട് നീങ്ങുകയാണ്. ഈ സമയത്താണ് ആ ഇടത് കൈയും ശത്രുക്കൾ വെട്ടിമാറ്റി. അതോടുകൂടി ആ പതാക ഒരിക്കലും, ഇസ്ലാമിന്റെ ആ ഒരു പതാക ഒരിക്കലും താഴെ വീഴരുത് എന്നുള്ള തന്റെ മനസ്സിലെ അദമ്യമായ ആഗ്രഹം കൊണ്ട് അതിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവിടെ ആ ഭൂമിയിൽ വീണ് രക്തസാക്ഷിത്വം വരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിവരം അറിഞ്ഞു.
യുദ്ധമെല്ലാം കഴിഞ്ഞു, എല്ലാ ആളുകളും മദീനയിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. സാധാരണഗതിയിൽ അന്ന് യുദ്ധത്തിന് പോയിരുന്ന ആളുകൾ തിരിച്ചു വരുമ്പോൾ ഈ യുദ്ധത്തിന് പോയ വിശ്വാസികളായ ആളുകളുടെ വീട്ടിൽ ആഘോഷമാണ്. കാരണം മാസങ്ങൾക്ക് മുമ്പ് പോയി തിരിച്ചു വരുന്ന ആളുകളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുക. അങ്ങനെ ഇവിടെ രക്തസാക്ഷിത്വം വരിച്ച ഈ വീടുകളിലേക്കൊക്കെ അവരുടെ ആളുകളെ കാണാതായപ്പോൾ എല്ലാവർക്കും ആദിയായി. ഈ ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ വീട്ടിൽ തന്റെ ഭാര്യ തന്റെ 3 കുട്ടികളെയും കുളിപ്പിച്ച് അണിയിച്ചൊരുക്കി പുതുവസ്ത്രം ധരിച്ച് ഭാര്യയും പുതുവസ്ത്രം ധരിഞ്ഞ് തന്റെ ഭർത്താവിന്റെ വരവ് കാത്തിരിക്കുകയാണ്. ഇങ്ങനെ മദീനയിലെ തെരുവോരങ്ങളിലൂടെ യുദ്ധത്തിന് പോയ ആളുകൾ എല്ലാവരും തിരിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഇവിടെ ജഅഫർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ആരും വരുന്നില്ല. ഇവിടുന്ന് തന്റെ മാരനെ കാണാത്തത് കൊണ്ട്, തന്റെ പുരുഷനെ കാണാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നോക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് വന്നു. പ്രവാചകന് ഈ കാര്യം അവരോട് പറയാൻ കഴിയില്ല. കാരണം ഇസ്ലാമിന് വേണ്ടി രണാങ്കണത്തിൽ അടരാടി ഷഹീദായ ജാഫറിന്റെ കാര്യം പറയാൻ പ്രവാചകൻ അങ്ങേയറ്റം വിഷമം തോന്നുകയാണ്. കാരണം തന്റെ മുമ്പിൽ എല്ലാ പുതുവസ്ത്രങ്ങളും ധരിച്ച് തന്റെ പിതാവിനെ കാതോർത്തുകൊണ്ട് തന്റെ പിതാവിന്റെ ചുംബനത്തിന് വേണ്ടി കാത്തുകൊടുക്കുന്ന ആ മക്കളോട് എങ്ങനെയാണ് നിങ്ങളുടെ പിതാവ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല, യുദ്ധഭൂമിയിൽ ഷഹീദായി എന്നെങ്ങനെ പറയുന്നില്ല, ആ വിഷമത്തോടു കൂടി പ്രവാചകൻ ആ വീടിന്റെ കൊലായിൽ കയറിയിട്ട് അവിടുന്ന് പൊട്ടി കരയുകയാണ്. ആ കുഞ്ഞുമക്കളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയില്ല. അല്ലാഹു അക്ബറിന് വേണ്ടിയിട്ട് രക്തസാക്ഷിത്വം വരിച്ച ആ ഒരു ജാഫറിന്റെ ഭാര്യയെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 3 കുട്ടികളെയും എടുത്ത് അവരെ നെറുകിൽ ചുംബിച്ചു. അപ്പോൾ അവിടുന്ന് അകത്തുനിന്ന് ചോദിക്കുകയാണ്, പ്രവാചകരെ എന്റെ പ്രിയതമൻ എവിടെ, ഈ കുട്ടികളുടെ പിതാവ് എവിടെ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി ഇന്നതാ സ്വർഗത്തിലേക്ക് ചിറക് വെച്ചുകൊണ്ട് ജഅഫർ റളിയല്ലാഹു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷമിക്കുക, അള്ളാഹു അവർക്ക് സ്വർഗം നൽകിയിട്ടുണ്ട്. ഈ സമയത്ത് ആ സ്ത്രീ പറയുകയാണ്, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സ്തുതി. കാരണം എന്റെ മക്കളുടെ പിതാവ്, എന്റെ ഭർത്താവ് ഇസ്ലാമിന്റെ മാർഗത്തിൽ അല്ലാഹു അക്ബർ എന്ന കലിമത്ത് തൗഹീദ് ഉയർത്തുവാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ ഈ മക്കൾ വേണമെന്നുള്ള ധൈര്യമാണ് കൊടുക്കുന്നത്. ഇവിടെ പ്രവാചകന്റെ കണ്ണുനീരെന്ന് പറയുന്നത് റഹ്മത്തിന്റെ കണ്ണുനീരാണ്. കാരണം ഒരിക്കലും ഒരു കഠിനഹൃദയ മനുഷ്യന് ഒരിക്കലും കണ്ണുനീര് വരില്ല. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇങ്ങനെ ഈ തക്ബീറിന് വേണ്ടി എത്രയോ ധീരരായിട്ടുള്ള ആളുകൾ രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട്. അവർ ഓർക്കാതെ ഈ തക്ബീറോ അതല്ലെങ്കിൽ ഈ ഈദ് നമസ്കാരമോ ഈ ഒരു പെരുന്നാൾ ആഘോഷമോ അതിന്റെ 100% എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പെരുന്നാളുമായി ബന്ധപ്പെട്ട് മറ്റു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ മേഖലയിൽ വേദന തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ലോകത്തിന് വളരെ അരക്ഷിതാവസ്ഥയാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങളൊക്കെ നമ്മളുടെ മുമ്പിൽ നമ്മൾ എല്ലാ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രത്യേകം അവർക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമുക്ക് അവരുടെ വേദന നമ്മുടെ കൂടി വേദന ആവേണ്ടതുണ്ട്. ഇന്ന് ഇറാനിൽ നടക്കുന്ന ബോംബിങ്ങിലും അതേപോലെ തന്നെ പ്രവാസി ലോകത്ത് നമ്മുടെ വീട്ടിൽ നിന്നുള്ള ആളുകളുണ്ട്, നമ്മുടെ അയൽവാസികളുണ്ട്, നമ്മുടെ കുടുംബക്കാരുണ്ട്. പ്രവാസി ലോകത്ത് നിന്ന് നടക്കുന്ന പശ്ചിമേഷ്യയുടെ മുഴുവൻ ഭാഗങ്ങളിലും സമാധാനം എന്നുള്ള ആ ഒരു കച്ചിത്തരിമ്പിന് വേണ്ടി എല്ലാവരും കേഴുകയാണ്. കാരണം എപ്പോഴാണ് ബോംബർ വിമാനങ്ങൾ വന്ന് ഡ്രോണുകൾ വന്ന് പതിക്കുക എന്നറിയാതെ നട്ടോട്ടമോടുന്ന ഒരു സമൂഹം അവിടെയുണ്ട്. അവർക്ക് നോമ്പില്ല, പെരുന്നാളില്ല, ഈദ് ആളുകൾ പോലും ഈ ഗൾഫ് കൺട്രികളിലൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. കാരണം ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ അവരുടെ ജീവന് ഭീഷണിയാകുന്ന ഇത്തരത്തിലുള്ള സമാധാനമില്ലാത്ത അവസ്ഥയുണ്ട്. നമ്മൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾ പുത്തനുടുപ്പിട്ട് തൊപ്പിയിട്ട് അവർ അത്രയും സന്തോഷത്തോടു കൂടിയിട്ട് ഈദ് ആളുകളിലേക്ക് പള്ളികളിലേക്ക് വരുമ്പോൾ ഗസയിലെ കുട്ടികൾക്ക് പെരുന്നാളില്ല. വലിയ വലിയ ബോംബർ വിമാനങ്ങൾ വർഷിച്ച് അവിടുന്ന് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ചോര എളിച്ചു കിട്ടുന്ന എത്രയോ കുട്ടികളുടെ നിത്യചിത്രങ്ങളാണ് നമ്മൾ നമ്മുടെ വർത്തമാനകാല സാമൂഹ്യ മാധ്യമങ്ങളിലും അതേപോലെ വർത്തമാന പത്രങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലും കാണുന്നത്. അവർക്ക് ജീവിക്കാനുള്ള ഒരു ആഗ്രഹമില്ല. വർഷങ്ങളായിക്കൊണ്ട് ഇസ്രായേൽ ഫലസ്തീനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീൻ എന്ന് പറയുന്ന അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുഴുവൻ ജീവിക്കാൻ അവസരം കൊടുക്കാതെ നശിപ്പിക്കുന്ന, കൊന്നെടുക്കുന്ന കിരാതമായ ഒരു കാലമുണ്ട്. നമുക്ക് ഇത്തരത്തിലുള്ള മർദ്ദിക്കപ്പെടുന്ന ഏതാളുകളുണ്ടോ മർദ്ദിത ആളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഗ്യാസിന്റെ കാര്യത്തിൽ തന്നെ നമ്മുടെ വീട്ടമ്മമാർ ഇപ്പൊ പേടിച്ചിരിക്കുകയാണ്.
കാരണം എന്താണ്? ഇനി വിറകടുപ്പ് ഉപയോഗിക്കേണ്ടി വരും. എന്താണ് ഇതിന് കാരണം? പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ക്രൂഡ് ഓയിലുകൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് നമുക്ക് ഇറാൻ പോലെയുള്ള സമ്പുഷ്ട യുറേനിയം പോലുള്ള കാര്യങ്ങളുള്ളത് ഇത്തരത്തിലുള്ള കൺട്രികളിലാണ്. ഈ രാജ്യങ്ങളിൽ നിന്നും അതിന്റെ വരവ് നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ അടുക്കാവുകയില്ല. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കമ്പോളങ്ങൾ പോലും ഒരു പരിധി ഇല്ലാതാകും. തിങ്കളാഴ്ച ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ അടച്ചിടുകയാണ്. കാരണം പാചകത്തിന് ആവശ്യമായ ഗ്യാസ് കിട്ടുന്നില്ല. ഇതൊരു ഭാഗം. ഇതേപോലെ ഓരോ ഭാഗം അടഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൾഫിന്റെ പ്രവാസത്തിന്റെ പളവളപ്പോടെ നിൽക്കും. പിന്നെ നമ്മൾ തന്നെ ആലോചിക്കുകയാണ്, എന്താണ് ഇതിന് കാരണം? ഇത്തരത്തിലുള്ള അസമാധാനം ഉണ്ടാകുമ്പോൾ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കൽ ഒരു വിശ്വാസിയുടെ കടമയാണ്. നമുക്കറിയാം, ഒരുപാട് ആളുകളുണ്ട് കഷ്ടപ്പെടുന്നവര്. നമ്മളിപ്പോൾ ആഘോഷിക്കുമ്പോൾ, നമ്മൾ ഗൾഫിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് നമ്മൾ ഇവിടെ നന്നായി ആഘോഷിക്കുമ്പോൾ അവർക്ക് ആഘോഷം അവർ പരിമിതപ്പെടുത്തുകയാണ്. കാരണം ഇത്തരത്തിലുള്ള സയനിസ്റ്റ് ഭീകരത ഇസ്ലാമിന് എന്നും നിന്നിട്ടുള്ള ഇസ്ലാമിന്റെ ആജീവനാന്ത ശത്രുക്കളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ജൂതർ എന്നുള്ളത്. ആ ജൂതരുടെ ഭീകരതയാണ് ഇന്ന് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത്. വലിയ വലിയ അമേരിക്കയെ പോലെ രാഷ്ട്രങ്ങൾ ഇത്തരത്തിലുള്ള കൊച്ചു രാഷ്ട്രങ്ങളെ അടിച്ചമർത്തുമ്പോൾ നമ്മൾ ഈ മർദ്ദിതർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മർദ്ദിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അതേപോലെ തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മർദ്ദിതരുടെ കൂടെ നിൽക്കണം. ആ പ്രാർത്ഥനയ്ക്കും അതേപോലെ തന്നെ അള്ളാഹുവിനിടയിൽ യാതൊരു മറയുമില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ അസഹിഷ്ണുത നിലനിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്കെതിരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അത് നമ്മളുടെ ഒരു പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ട, നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ മതത്തിനു വേണ്ടി ജീവിക്കുന്ന, അള്ളാഹുവിന്റെ വിശ്വാസം ഏറ്റെടുത്തു എന്ന പേരിൽ വിവിധങ്ങളായിട്ടുള്ള മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയാകുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പോ നമ്മുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആഘോഷങ്ങൾ എന്നുള്ളത് ഒരു വലിയ കാര്യമായിരിക്കുകയാണ്. കാരണം ഏത് കാര്യത്തിൽ നിന്ന് ആഘോഷമാണ്. ഇന്നിപ്പോൾ ആഘോഷമില്ലാത്ത ഒരു നോമ്പുതുറ പോലും നമ്മൾ സംഘടിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുള്ള സമയത്ത് പോലും ബീച്ചിൽ പോയിട്ട് ഒരു വൈബായിട്ടാണ് നടത്തുന്നത്. ഏറ്റവും മഹനീയമായിട്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട ഒരു കാര്യങ്ങൾ ഒരു ആഘോഷമാക്കി മാറ്റുകയാണ്. ആഘോഷങ്ങൾക്കെല്ലാം കൃത്യമായി ഇസ്ലാം അതിർവരമ്പിട്ടിട്ടുണ്ട്. ഒരിക്കലും അടിച്ചു പൊളിച്ച് തീർക്കാനുള്ളതാ. ഇസ്ലാമിന്റെ രണ്ട് ആഘോഷങ്ങൾ എന്ന് പറയുന്ന ചെറിയ പെരുന്നാളായാലും വലിയ പെരുന്നാളായാലും ആരാധന അധിഷ്ഠിതമാണ്. പ്രാർത്ഥനയാണ് അതിന്റെ കാമ്പ്. അതല്ലാതെ കുറെ കാട്ടിക്കൂട്ടലുകളോ അതല്ലെങ്കിൽ ഒരുപാട് ലാവിഷാക്കിയിട്ടുള്ള ഒരു ആഘോഷത്തിനും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല. ഇസ്ലാമിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ആഘോഷങ്ങൾ നമ്മൾ പരിമിതപ്പെടുത്തണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രാർത്ഥന എന്നുള്ളത്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം എന്നുള്ളതും ഇന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് കിട്ടുന്നത് എന്നും ആളുകളിലേക്ക്, അത് കളവാവട്ടെ നുണയാവട്ടെ വേണ്ടാത്ത വർത്തമാനാവട്ടെ, അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഭൂഷണമല്ല. കാരണം അവിടെയും നമ്മൾ ഖുർആൻ സൂചിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ ലഹുവിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ കുറ്റകൃത്യമായിരിക്കും. അത് വേണ്ടാത്ത രീതിയിലുള്ള വിനോദങ്ങൾക്ക് വേണ്ടിയിട്ട്, ടൈം പാസിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അതിർവരമ്പുകൾ വെക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ ഉപയോഗമായാലും അതേപോലെ തന്നെ പ്രാർത്ഥനയായാലും ഇതൊക്കെ നമ്മുടെ വിശ്വാസി എന്നുള്ളക്ക് നമ്മൾ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമ്മളുടെ ആഘോഷങ്ങൾ ഒരിക്കലും ദൂരത്തിന്റെ ഭാഗമായി പോകാൻ പാടില്ല. ഇന്നിപ്പോ പലപ്പോഴും നമ്മൾ കാണുന്നത് നമ്മുടെ ചെറുപ്പക്കാരുടെ ആഘോഷം എന്നുള്ളത് പടക്കം പൊട്ടിക്കലാണ്. ഇന്നലെ മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. കാരണം ഒരിക്കലും ഒരു രൂപ പോലും അനാവശ്യമായി ചെലവഴിക്കരുത് എന്ന് ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അനാവശ്യമായിട്ട് പണം ദൂർത്തടിക്കുന്ന ആളുകൾ ശൈത്താന്റെ ഇബ്ലീസിന്റെ കൂട്ടാളികളാണെന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളുടെ പണം നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. അത് രക്ഷിതാക്കളായാലും കുട്ടികൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് അനാവശ്യത്തിലേക്ക് പോലും ഒരു രൂപ പോലും, എനിക്ക് കിട്ടിയ സമ്പാദ്യത്തിന്റെ ഒരു രൂപ പോലും അനാവശ്യമായി ചെലവഴിക്കാൻ ഞാൻ മുതിരില്ല എന്നുള്ള പ്രതിജ്ഞ എടുക്കേണ്ടത് രക്ഷിതാക്കളാണ്. അതിനു വേണ്ടിയിട്ട് കുട്ടികളോട് ഉപദേശിക്കേണ്ടത്. ആ ഒരു രീതിയിൽ ആഘോഷങ്ങൾ ആഭാസങ്ങളാക്കി മാറ്റാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രോഗികളായ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഈ മഹലിൽ തന്നെ ഉണ്ടാകാം. നമ്മുടെ ഈ നമസ്കാര വേളയിലേക്ക് വരാൻ കഴിയാതെ വ്യത്യസ്തങ്ങളായ രോഗം കൊണ്ട് ആശുപത്രിയുടെ വരാന്തകളിലും ആശുപത്രി കിടക്കകളിലും കാലങ്ങളോളം കിടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം തന്നത് നമ്മുടെ ഈ ഒരു ശരീരം
നമ്മളിപ്പോൾ ഈ പ്രവർത്തിച്ചുകൊണ്ട് ശരീരം നിൽക്കാത്ത സമയമൊന്നും വേണ്ട. ഒരു ചെറിയ പനി വന്നാൽ മതി, കിഡ്നിയുടെ ഒന്ന് ചെറുതായിട്ട് കിഡ്നിയുടെ പ്രവർത്തനം നിന്ന് കഴിഞ്ഞാൽ മതി, മലമൂത്രം പുറത്തു പോകാത്ത അവസ്ഥയുണ്ടാകും. ശരീരത്തിലെ ക്ലീനിങ്ങുകൾ നടക്കില്ല. ശുദ്ധീകരിച്ച് രക്തത്തിൽ നിന്ന് മലവും മൂത്രവും ശുദ്ധീകരിക്കുന്ന വലിയൊരു അരിപ്പ പോലെയാണ് നമ്മുടെ കിഡ്നി. ചെറിയൊരു പണിമുടക്കുണ്ടായാൽ മതി, അത് നിൽക്കും. നമുക്ക് അല്ലാഹു നമ്മൾ സംവിധാനിച്ചിരിക്കുന്ന ഈ ഒരു രൂപത്തിൽ നമ്മൾ ഭംഗിയായി നിൽക്കുന്നുണ്ടെങ്കിലും ഉള്ളിലുള്ള ഏതെങ്കിലും ആന്തരിക അവയവങ്ങൾക്ക് അല്ലാഹു പറയുകയാണ് തൽക്കാലം അവന് വേണ്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ നമുക്ക് അവരെക്കാൾ നമുക്ക് അനുഗ്രഹം നൽകി. നമ്മളിവിടെ ഈദ്ഗാഹിൽ വന്നിരുന്നു, പ്രാർത്ഥനയിൽ പങ്കെടുത്തു, നമസ്കാരത്തിൽ പങ്കെടുത്തു, ഈ സന്തോഷത്തോടെ വീട്ടിൽ പോകും. ഇതിന് കഴിയാത്ത ഒരുപാട് രോഗികളുണ്ട്. പ്രായം കൊണ്ട്, അതേപോലെ ശാരീരിക വിഷമതകൾ കൊണ്ട്, വ്യത്യസ്തങ്ങളായ മാറാരോഗങ്ങൾ ഇന്ന് യാതൊരു കയ്യും കടക്കുമില്ല. ക്യാൻസർ പോലെയുള്ള, അതേപോലെ കിഡ്നി പേഷ്യൻസിനെ പോലെയുള്ള ഒരുപാട് രോഗികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്കൊന്നും നമ്മൾ കുടിക്കുന്നത് പോലെ കൃത്യമായി വെള്ളം കുടിക്കാൻ പോലും കഴിയാത്തവർ കിഡ്നി പേഷ്യൻസ്. കിഡ്നി രോഗികൾക്ക് ഡോക്ടർ പറയും ഇത്ര മില്ലി വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ, അതിലപ്പുറം വെള്ളം കുടിക്കാൻ പാടില്ല. നമ്മൾ നോക്കൂ, നമ്മൾ എത്രമാത്രം വെള്ളം കുടിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നതോടുകൂടെ ഇത്തരത്തിൽ രോഗാതുരമായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് രോഗികളുണ്ട്, അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളെ അവരെ ഓർക്കുക, അവരെ ഉൾപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പീഡനങ്ങളും അതേപോലെ വ്യത്യസ്തങ്ങളായ കഠിനങ്ങളായ പ്രശ്നങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഈദ് ദിവസത്തിൽ പ്രാർത്ഥിക്കേണ്ട മറ്റൊന്ന്, റമദാനിൽ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ പ്രാർത്ഥന വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ ഒരിക്കലും അല്ലാഹു നിങ്ങളെ പരിഗണിക്കില്ല. നിങ്ങൾ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ കഅബ നിർമ്മിച്ച ശേഷം അള്ളാഹുവോട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും മനമൊരുക്കി പ്രാർത്ഥിക്കുകയാണ്, റബ്ബന തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് ഈ പ്രവർത്തനം സ്വീകരിക്കണമേ. റമദാൻ മാസത്തിലെ നോമ്പുകളും സദഖകളും സകാത്തുകളും എല്ലാം സ്വീകരിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി എത്രയോ കഷ്ടപ്പെട്ടവരാണ്. അവരുടെ എല്ലാവിധ സുഖങ്ങളും അവരുടെ എല്ലാവിധ സൗകര്യങ്ങളും മാറ്റി തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച മാതാപിതാക്കളുണ്ട്. അവർക്ക് സുഖിക്കാൻ അറിയാഞ്ഞിട്ടല്ല, അവർക്ക് വിശപ്പ് ഉള്ള സമയത്ത് വയർ നിറച്ച് ആഹാരം കഴിക്കാൻ അറിയാഞ്ഞിട്ടല്ല, തൻ്റെ മകന് വേണ്ടി ജീവിതം മാറ്റിവെച്ച മാതാപിതാക്കളുണ്ട്. അവരൊക്കെ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി പോയിട്ട് ഒട്ടുമിക്ക ആളുകളും, നമ്മുടെ ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിപ്പോയി. അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുവാനും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുവാനും അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവേണ്ടത്. നമ്മളെ വളർത്തി വലുതാക്കി സമൂഹത്തിന് ഒരു മാന്യമായ ഒരു സ്ഥാനത്തും പദവിയിലും എത്തിച്ചത് നമ്മുടെ മാതാപിതാക്കളാണ്. അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് സമാധാനം നിലനിർത്തുവാൻ വേണ്ടി, ലോകത്ത് സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ലോകത്ത് ഈ അരക്ഷിതാവസ്ഥ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഈദ് സന്ദേശമായിക്കൊണ്ട് വിശ്വാസികളെ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഒരു ആഘോഷം നമുക്ക് തന്നത് കേവലം അങ്ങ് ആഘോഷിച്ച് ആർമാതി തീർക്കുവാനല്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതേപോലെ മറ്റൊന്ന് നമ്മുടെ യുവാക്കളുടെ ഇടയിലുള്ള അധാർമികതയാണ്. യുവാക്കൾ ഇന്ന് മദിരാക്ഷി പോലെയുള്ള രൂപത്തിലേക്ക് പോകുന്നുണ്ട്. അതിനേക്കാൾ ഭീകരമായ മയക്കുമരുന്നിന്റെ രൂപത്തിലേക്ക് പോകുന്നുണ്ട്. സർക്കാർ തലത്തിൽ ഇതൊക്കെ നിർത്തൽ ചെയ്യാൻ ഒട്ടുമിക്ക ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായി ചേർന്ന് നിൽക്കുകയാണ് നമ്മൾ വേണ്ടത്. കാരണം മയക്കുമരുന്നായാലും ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളായാലും ഒരു സമൂഹത്തെ ഒന്നടങ്കം കാർന്നു നിൽക്കും. പണ്ടൊക്കെ ഒരാള് മദ്യപിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്മെല്ലുണ്ടാവും. എന്നാൽ ഇന്ന് ഒരു വാസനയുമില്ലാതെ ഉപയോഗിക്കാവുന്ന എത്രയോ രാസഗുളികകളും രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്ന ഈ മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങൾ ലഭ്യമാണ് വിപണികളിൽ. നമ്മുടെ വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവ വരുന്നത്. ഇതിൽ നിന്നും ആ ഒരു ബോധവൽക്കരണം യുവാക്കളോട് നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇതൊന്നുമല്ല ആഘോഷം. നമ്മൾ അള്ളാഹു പറഞ്ഞ രീതിയിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലുള്ള ആഘോഷത്തിലേക്കായി മാറേണ്ടതുണ്ട്. അങ്ങനെ ഈ ഒരു ആഘോഷത്തെയും ഈ ഒരു പെരുന്നാളിനെയും ഇസ്ലാമിന്റെ തനതായ ശൈലിയിലും രൂപത്തിലും ആഘോഷിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ എല്ലാ ചെറിയ പെരുന്നാളിലും നമ്മൾ ഫണ്ട് പിരിവ് നടത്താറുള്ളത് താനാളൂരിലെ ഡയാലിസിസ് സെന്ററിന് വേണ്ടിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിഡ്നി രോഗികൾ, അവർക്ക് വേണ്ടിയിട്ട്
ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, സൗജന്യമായ ഡയാലിസിസ് പോലെയുള്ള അവർക്ക് വേണ്ട മരുന്നിനും മറ്റും ചിലവ് നൽകുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ ചേർത്ത് നിർത്തേണ്ടതുണ്ട്. നമ്മുടെ സ്വതക്കയുടെ ഒരു ഭാഗം അതിന് കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ദിവസത്തിന് സ്വതക്കയുടെ കാര്യം പറയുന്ന ഹദീസിൽ ഒരു വീശിയടിക്കുന്ന കാറ്റ് പോലെയായിരുന്നു പെരുന്നാളിന്റെ സ്വതക്ക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സ്വതക്ക കൊടുത്തിരുന്നത്. പെരുന്നാളിന് സ്വതക്ക കൊടുക്കുക എന്നുള്ളത്